പടം നന്നായിട്ടുണ്ട്. സസ്പെൻസ് പറയുന്നില്ല. വിജയ് പടം എന്നുള്ള രീതിയിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. പിന്നെ ലൊക്കേഷൻ ക്രാഫ്റ്റ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്. ശരി, ഫസ്റ്റ് ഹാഫാണ് ഒരു എക്സലന്റ് എന്ന് പറയാനുള്ളത്. സെക്കൻഡ് ഹാഫ് ഒരു എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു ബേവറേജ് ഉള്ളൂ. പക്ഷേ നമുക്ക് അതിൽ വാവ് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രതീക്ഷിച്ച എക്സ്പെക്ടേഷൻ ഇല്ല, പക്ഷെ എന്നാലും വിജയമായിട്ട് നമുക്ക് കണ്ടിരിക്കാം. എന്നാൽ ഒരുപാട് എക്സ്പെക്ടേഷൻ പ്രതീക്ഷിച്ചിട്ട് വന്ന അത്രയ്ക്ക് അങ്ങനെ ഇല്ല, എന്നാലും പടം കണ്ടിരിക്കാവുന്ന ഒരു പടം തന്നെയാണ്. എന്തായാലും പിള്ളേർക്ക് അടിച്ചു പൊളിക്കാനുള്ള പടമുണ്ട്. ഫൈറ്റ് സീനൊക്കെ സൂപ്പറാ, പൊളിയായിട്ട് അടിപൊളി പടമായിരുന്നു. അതിൽ ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതിൽ മറ്റേ ബ്ലഡി സ്വീറ്റ് ഉണ്ടല്ലോ, അത് നമ്മള് ഫസ്റ്റ് ഹാഫിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വേറെ ലെവല്, ഒന്നും പറയില്ല, പൊളി പടം. നന്നായിട്ടാ, അടിപൊളിയായിട്ട് പടം. നൈസ് പടമായിട്ട്, സൂപ്പർ പടമായിട്ട്. വിജയുടെ ആക്ടിങ് ഒക്കെ നൈസായിട്ട് സൂപ്പറായിട്ട്, ഡയറക്ഷനൊക്കെ അടിപൊളിയായിട്ട്. ഓ, നല്ല പടമാണ്. വിജയുടെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പോയിലർ ആവും. എല്ലാവരും ഒന്ന് കാണുന്നേ, കണ്ടിട്ട് മനസ്സിലാക്കാം. ഫൈറ്റ് സീനൊക്കെ നല്ല പോലെ എടുത്തിട്ടുണ്ട്. ലോകേഷിന്റെ ഒരു നല്ലൊരു മൂവി തന്നെ പറയാം. ഫൈറ്റ് സീൻ കുറച്ചധികം ഉണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ഫൈറ്റ് തന്നെയാണ്. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഫൈറ്റ് തന്നെയാണ് പടത്തിൽ. അപ്പോൾ ബാക്കി ഞാൻ പറയണില്ല, ബാക്കി കണ്ടിട്ട് തന്നെ എല്ലാവരും. ലോകേഷ് കാണിക്കരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ 10 മിനിറ്റ് കാണണ്ടായിരുന്നു. അതെ, ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒക്കെ കാണേണ്ടത് തന്നെയാണ്. കുറച്ച് എഫക്ട്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല പോലെയാണ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും കാണണം. ഇപ്പോൾ ഞാൻ റിവ്യൂ പറഞ്ഞ് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് പോയി കാണരുത്. ബാക്കി എല്ലാവരും കണ്ട് മനസ്സിലാക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആവും എല്ലാവർക്കും. സൂപ്പർ പടം, സൂപ്പർ പടം, സൂപ്പർ പടം. ഞാൻ ലിയോദാസ് പൊളിച്ചിട്ടുണ്ട്. സൂപ്പർ പടം, സൂപ്പർ പടം. കുഴപ്പമില്ല, നല്ല പടം, നല്ല പടം, നല്ല പടം. സിനിമ വളരെ നല്ല സിനിമയായിരുന്നു. സിനിമയുടെ സസ്പെൻസും കാര്യങ്ങളൊന്നും പൊളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സിനിമ നന്നായിട്ട് കാണുക. അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ അവിസ്മരണീയമായ വിജയവും എല്ലാം സൂപ്പറായിരുന്നു. ഡയറക്ഷനും ആക്ടിങ്ങും വിജയ് വാസ് സൂപ്പർ. എല്ലാവരും പൊരിച്ചടക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ ലോകേഷ് കനകരാജ് പറഞ്ഞു ആദ്യത്തെ 10 മിനിറ്റും പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ 40 മിനിറ്റ് സീൻ ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഫൈറ്റിംഗ് സീനെ കുറിച്ചൊന്നും പറയണ്ട. ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്. സെക്കൻഡ് ഹാഫിൽ ഫുള്ള് ഫൈറ്റാണ്, ഫുള്ള് വയലൻസ് ആണ് പടം. സൂപ്പർ പടം. കട നല്ല പട. വിജയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് പടത്തിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളവരെ കണ്ടു വേണം, പ്രേക്ഷകർക്ക് നമ്മൾ ഫാൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പടം ഇഷ്ടമായി. പക്ഷേ ആളൊരു പുതിയ രീതിയിലേക്ക് കാണുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് പടം ഇഷ്ടമായി. നൈസ് പടം, അടിപൊളി, നൈസായിട്ടൊരു മൂവി. പടം പൊളി പടം. വേറൊരു വിജയനെ കാണാറുള്ളത്. പഴയൊരു വിജയല്ല, പുതിയൊരു വിജയനെ ലോകേഷ് തന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ പോലെ ഉണ്ടോ സിനിമ? വയലൻസ് തിയേറ്ററിൽ തന്നെ കാണണം പടം. കിട്ടു കുഴപ്പമില്ല, നല്ല പടം. പടം ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ 10 മിനിറ്റ് സൂപ്പർ ആയിരിക്കും, അത് കാണണം എന്നൊക്കെ. അപ്പം അതിൽ എന്താണ് പറയുന്നത്? അഡ്വഞ്ചർ സീനാണ്, കുറച്ച് അഡ്വഞ്ചർ സീനാണ്. വിജയുടെ ഒരു 40 വയസ്സിൻ്റെ അത് തോന്നിക്കുന്നുണ്ട്. ശരിക്കും വിജയ് 40 വയസ്സ്, പഞ്ച് ഡയലോഗ് ഒന്നുമില്ല. അല്ല, വിജയുടെ മാസം എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. ക്ലൈമാക്സ് നൈസാണ്. ക്ലൈമാക്സ് സർപ്രൈസ് ഇരിക്കുന്നുണ്ട്.